ഇന്നത്തെ മാധ്യമം പോലും കണ്ടില്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്നത്? ഒരു ഇരുവേച്ചിക്കാരൻ ചങ്ങാതി എഴുതിയതാണ്. എന്താ ചങ്ങാതി എഴുതിയിട്ട് ജമാഅത്തുകാരന്റെ മാധ്യമത്തിലൂടെ ഛർദ്ദിക്കുകയാണ്. ജമാഅത്തുകാരനും ഇരുവേച്ചിക്കാരനും ഒരേ ആദർശമാണുള്ളതെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളിത് കൊടുത്തത്? അതല്ല, ആര് തന്നാലും കൊടുക്കുമെന്നാണോ? എങ്കിൽ മൗദൂദ് സാഹിബിനെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം നാളെ ഞങ്ങൾ തന്നാൽ ആരിഫ് അലി സാഹിബ് മറുപടി പറയൂ, നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. നിങ്ങൾക്ക് യോജിപ്പുള്ളത് കൊണ്ടാ കൊടുക്കുന്നത്. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെപ്പറ്റി പച്ചക്കള്ളമാണ് എഴുതിവിട്ടിരിക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ? എന്താ പറഞ്ഞത്? ജിന്നുകളോട് അപകടത്തിൽപ്പെടുന്നവർക്ക് ജിന്നിനെയും വിളിച്ച് സഹായം തേടാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമാണത്രേ. അപകടത്തിൽപ്പെടുന്നവർ ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടാമെന്ന് മാധ്യമക്കാരാ ഇരുവേച്ചിക്കാരന്റെ പേനയിലൂടെ വിസർജിച്ചിട്ടുള്ള വിസർജ്യം മാധ്യമത്തിൽ തൊട്ടുവിരട്ടിയ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എന്ത് കളവാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? വാർത്താമാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ്, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കുള്ള വഴിത്തിരിവ്, ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കുള്ള വഴിത്തിരിവ്, നീതിയിൽ നിന്ന് അനീതിയിലേക്കുള്ള വഴിത്തിരിവ്, സത്യത്തിൽ നിന്ന് കളവിലേക്കുള്ള വഴിത്തിരിവ്. അതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമം? തീർന്നില്ല. എന്താണ് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തതെന്നറിയോ? സനദ് സഹീഹായ ബുഖാരിയിലെ ഹദീസിനെ ദുർബലപ്പെടുത്തുകയില്ല പോലും ഖുർആൻ. അപ്പൊ എന്താ മൂപ്പരെ ഉള്ളിലിരിപ്പ്? ഏറ്റവും വലിയ ഹദീസ് ശരിയാണ് ഈ ഇരുവേച്ചിക്കാരൻ. ഇയാൾക്ക് ബുഖാരിനെ പറയുള്ളൂ, ബുഖാരി എന്ന് പറയാൻ വയ്യ. എന്നിട്ട് ഇയാൾ പറയാണ് ബുഖാരിയിലെ ആ ഹദീസിന്റെ സനദ് സ്വഹീഹാണ് പോലും ഖുർആനെതിരാണെന്നാ പറയുന്നത്. ഖുർആൻ കൊണ്ടാണ് അത്രേ മുജാഹിദുകൾ എപ്പോഴും നേരിടാറുള്ളത്. ഇയാളുടെ ഉള്ളിലിരിപ്പാണ്. ഇയാൾ പറയാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ ജിന്നിനെയും പിശാച്ചിനെയും പറ്റി ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചു. വളരെ മനസ്സാക്ഷി കൃത്യമായിട്ട് എഴുതിയതാ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. മൂപ്പരെ തൂലികയിലൂടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എഴുതാൻ ഇബ്ലീസ് തോന്നിപ്പിക്കണില്ല. കാരണം ഹദീസ് നിഷേധിയല്ലേ. ഹദീസ് നിഷേധിക്ക് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. എന്നിട്ട് അവസാനം മൂപ്പരുടെ ഒരു കരച്ചില്. എന്താ കരച്ചില്? ഈ പ്രവണതകളെ എതിർത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തത പഴയപടി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എന്റെ പേരിലുള്ള കുറ്റം. മൂപ്പരുടെ പേരിലുള്ള കുറ്റം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തനിമ നിലനിർത്താൻ അത്ര മൂപ്പര് പാടുപെടുന്നത്. എടോ, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ബുഖാരിയെ തള്ളിയത്? KM മൗലവി മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രം പറ, അൽമനാറിന്റെ താളുകൾ എടുത്തു പറ. എവിടെയാണ് ബുഖാരിയെ തള്ളിയത്? എവിടെയാണ് സ്വഹീഹായ ഹദീസുകളെ തള്ളിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമല്ലാതെ മുജാഹിദുകൾക്ക് എന്താണ് പുതിയ വിശ്വാസമുള്ളത്? ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്കുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലുള്ള വിശ്വാസമല്ലാതെ എന്ത് വിശ്വാസമാണ് മുജാഹിദുകൾക്കുള്ളത്? കള്ളം പറയുന്നതിന് പരിധി വേണ്ടേ? കേട്ടോ നിങ്ങൾ, ഒരു റൂമിൽ കസേര മാറ്റിയിടുമ്പോൾ, മേശ വലിപ്പടക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്കൊഴുക്കുമ്പോൾ, മരത്തിൽ നിന്ന് തേങ്ങയോ ചക്കയോ ഇടുമ്പോൾ നാം അക്കാര്യം ആദ്യം ജിന്നുകളോട് പറയണമത്രേ, സമ്മതം ചോദിക്കണമത്രേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുത്തനെ എഴുതിയിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാണ് തേങ്ങടുമ്പോ ജിന്ന്, ഞാനൊരു തേങ്ങടുന്നിട്ടോ എന്ന് സമ്മതം ചോദിക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ ആദർശാണ് മുജാഹിദുകൾ കൊണ്ടു നടക്കുന്നത്. ഇതിനെ ഞാൻ എതിർത്തതിന്റെ പേരിലാണ് എന്റെ പേരിൽ കേസിൽ നാം ഉപരി പറയുന്നത്. ഈ പച്ചക്കള്ളം തട്ടിവിട്ട ഈ മനുഷ്യന്റെ ഈ ലേഖനം മാധ്യമത്തിൽ കൊടുത്ത മാധ്യമക്കാരാ, നിങ്ങൾക്ക് എന്ത് നേരും നെറിയും, നിങ്ങൾക്കെന്ത് ധർമാധർമ്മങ്ങൾ, നിങ്ങൾക്കെന്ത് നീതിയും അനീതിയും, നിങ്ങൾക്കെന്ത് വാർത്തകളുടെ മൂല്യങ്ങൾ, നിങ്ങൾക്കെന്ത് വാർത്തയിലെ സത്യത്തോടുള്ള പ്രതിബദ്ധത?